ഹലോ നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാം വെച്ചുകൊണ്ട് ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഒരു നമ്പറിനെ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണ് പ്രൈം നമ്പർ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം നമ്മൾ ആ പ്രൈം നമ്പറിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. പ്രൈം നമ്പറിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രൈം നമ്പർ അല്ല, ഒന്നിൽ കൂടുതലുള്ള നമ്പറാണ് പ്രൈം നമ്പർ. ഏറ്റവും കുറഞ്ഞ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, പിന്നെ 3, പിന്നെ 5, 7, പിന്നെ 11. ഇതൊക്കെയാണ് പ്രൈം നമ്പറുകളുടെ ഉദാഹരണം. പ്രൈം നമ്പർ എന്താണെന്ന് വെച്ചാൽ ആ നമ്പറിന് ഒന്നും ആ നമ്പർ മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. ഫാക്ടർ എന്ന് പറയത്തില്ലേ മാത്തമാറ്റിക്കൽ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ഈ ഫാക്ടർ വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഫാക്ടർ. ഇപ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യേനെ 1 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും അല്ലേ. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം. 2 എന്ന് പറയുന്ന സംഖ്യയെ 2 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും. വേറെ എന്ത് വെച്ച് ഹരിച്ചാലും റിമൈൻഡർ 0 കിട്ടത്തില്ല. 3 എന്ന് പറയുന്ന സംഖ്യേനെയും 1 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും. 2 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടത്തില്ല. 3 വെച്ച് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും. അതായത് അപ്പം 3ൻ്റെ ഫാക്ടേഴ്സ് എത്രയാ? 1ഉം 3ഉം ആണ് അല്ലേ. 5ൻ്റെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 5നെ 1 വെച്ച് ഹരിക്കുമ്പോഴും 5 വെച്ച് ഹരിക്കുമ്പോഴുമാണ് റിമൈൻഡർ 0 കിട്ടുന്നത്. വേറെ ഏത് സംഖ്യ വെച്ച് ഹരിച്ചാലും 5ന് റിമൈൻഡർ 0 കിട്ടത്തില്ല. അതായത് 5ന് 1ഉം 5ഉം മാത്രമാണ് ഫാക്ടർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് 7നും 11നും. 1ഉം ആ സംഖ്യയും മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അതായത് 1 വെച്ചും ആ സംഖ്യ വെച്ചും ഹരിക്കുമ്പോൾ മാത്രമേ 0 കിട്ടത്തുള്ളൂ. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ളൊരു ലോജിക്ക് നമുക്ക് കിട്ടി അല്ലേ. ഇപ്പോൾ 4 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. 4നെ 1 വെച്ച് ഹരിച്ചാൽ 0 കിട്ടും, 4 വെച്ച് ഹരിച്ചാൽ 0 കിട്ടും. പക്ഷേ 4നെ 2 വെച്ച് ഹരിച്ചാലും 0 കിട്ടും. അപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്തുവാ? ഈ 1ഉം ആ സംഖ്യയും അല്ലാതെ വേറെ എന്തെങ്കിലും സംഖ്യ വെച്ച് ഹരിച്ചാൽ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. മനസ്സിലായോ? 1ഉം ആ സംഖ്യയും അല്ലാതെ വേറെ എന്തെങ്കിലും സംഖ്യ വെച്ച് ഹരിക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പർ പ്രൈം നമ്പർ അല്ല. അതാണ് നമുക്ക് ചെയ്യേണ്ട ലോജിക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ നമ്പർ യൂസറിൽ നിന്ന് സ്വീകരിക്കാം. ഇൻപുട്ട് എൻ്റർ നമ്പർ. ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂസറിൽ നിന്നും നമ്പർ സ്വീകരിക്കുന്നത് സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും. സ്ട്രിങ് ഡേറ്റ ടൈപ്പ്. അതിനെ നമ്പറാക്കി കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്പർ നമ്മൾ സ്വീകരിച്ചു. നമ്പർ ഇനി യൂസർ എൻ്റർ ചെയ്ത നമ്പർ 1 ആണെങ്കിൽ 1 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പം നമ്പർ 1 ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യണം? നമ്പർ ഈസ് നോട്ട് പ്രൈം. ഓക്കെ, 1 എൻ്റർ ചെയ്തെങ്കിൽ നമ്പർ പ്രൈം അല്ല. 1 എങ്കിൽ 2 തൊട്ടുള്ള എന്തെങ്കിലും സംഖ്യയാണെങ്കിൽ നമുക്ക് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് എഴുതാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർ ഐ ഇൻ റേഞ്ച് 2 തൊട്ടാണ് തുടങ്ങുന്നത്. കാരണം 2 ഏറ്റവും ലോവസ്റ്റ് പ്രൈം നമ്പർ. ഏറ്റവും കുറഞ്ഞ പ്രൈം നമ്പർ 2. 2ഉം നമ്പറും ഇതാണ് ഫോർ ഐ ഇൻ റേഞ്ച് 2ഉം നമ്പറും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇഫ് നമ്പർ റിമൈൻഡർ ഐ, നമ്പറിനെ ഐ കൊണ്ട് ഹരിക്കുമ്പോൾ, ഇപ്പോൾ പൈത്തണിൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. പൈത്തണിൻ്റെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇഫ് നമ്പർ റിമൈൻഡർ ഐ, നമ്പറിനെ ഐ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്പർ റിമൈൻഡർ ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ, നമ്പറിനെ ഐ കൊണ്ട് ഹരിക്കുമ്പോൾ 0 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? വേറൊരു ഫാക്ടർ ഉണ്ടെന്ന് അർത്ഥം, 3ാമത്തെ ഫാക്ടർ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്പർ എന്താണ്? പ്രൈം അല്ല.
അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ വേരിയബിളിന് ബൈ ഡിഫോൾട്ട് വാല്യൂ ഫോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഫ്ലാഗിൻ്റെ വാല്യൂ ഫോൾസ് ആണ്. ഇനി ഇഫ് നമ്പർ റിമൈൻഡർ i ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മൾ ട്രൂ ആക്കി സെറ്റ് ചെയ്ത് വിടും. അതായത് നമ്പറിന് ഒന്നും ആ നമ്പറും അല്ലാതെ വേറൊരു ഫാക്ടർ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിനെ ട്രൂ ആക്കി സെറ്റ് ചെയ്തു. ഇനി ഇവിടെ വെച്ച് നമുക്ക് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാം. കാരണം എന്താ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുകയെന്ന് വെച്ചോ, ആ വ്യക്തിക്ക് വേറൊരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമ്മൾ നിർത്തും അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, ഈ പ്രൈം നമ്പർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ നമ്പറിന് ഒന്നും ആ നമ്പറും അല്ലാതെ വേറൊരു നമ്പർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെക്കിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്പർ പ്രൈം അല്ല എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൂപ്പ് കണ്ട, ഈ ലൂപ്പിൻ്റെ അകത്തുനിന്നും കൺട്രോളിനെ പുറത്തു കൊണ്ടുവരും. ബ്രേക്ക് ചെയ്യും. ബ്രേക്കിൻ്റെ ആ ഒരു പേര് പോലെ തന്നെ ലൂപ്പിൻ്റെ അകത്ത് നിന്ന് കൺട്രോളിനെ, പ്രോഗ്രാം കൺട്രോളിനെ പുറത്തു കൊണ്ടുവരും. ബ്രേക്ക് ചെയ്യും. അതായത് പ്രൈം അല്ല എന്നുള്ളത് നമുക്കവിടെ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇഫ് ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ, ഇഫ് ഫ്ലാഗ് എന്ന് കൊടുത്താൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ഫ്ലാഗ് ട്രൂ ആണോ. ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം, നമ്പർ നമ്മൾ കൊടുത്ത നമ്പർ ഈസ് നോട്ട് പ്രൈം, ഇത് പ്രൈം അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് നമ്പർ, ഇവിടെ ഒരു സ്പേസ് കൊടുത്തേക്കാം കാണാനൊരു ഭംഗിക്ക്, നമ്മുടെ നമ്പർ ഈസ് പ്രൈം. മനസ്സിലായോ? അതിൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് ലോജിക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടറായിട്ട് ഒന്നും ആ നമ്പറും. ഇപ്പം 2 ആണെങ്കിൽ 1നും 2നെയും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത്. വേറെ ഒരു സംഖ്യയെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 0 കിട്ടത്തില്ല. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ആ സംഖ്യ അല്ലാതെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ. അപ്പം ആദ്യം നമ്പർ നമ്മൾ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിന് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നും നമ്പർ സ്വീകരിച്ചു. ആ നമ്പർ 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. 1 ആണെങ്കിൽ 1 പ്രൈം അല്ല, അത് നമ്മൾ അപ്പോഴേ തന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്നു, നമ്പർ 1 പ്രൈം അല്ല. എൽസ് 1 അല്ല യൂസർ എൻ്റർ ചെയ്തത് 2 തൊട്ട് എന്തെങ്കിലും ഒരു സംഖ്യയാണെങ്കിൽ, ഫോർ i ഇൻ റേഞ്ച് ടു നമ്പർ, 2 തൊട്ട് ആ സംഖ്യ വരെ, ഇഫ് നമ്പർ റിമൈൻഡർ i 0 ആണെങ്കിൽ അതിനർത്ഥം വേറെ മൂന്നാമത്തെ ഒരു ഫാക്ടർ ഉണ്ട്. അങ്ങനെ മൂന്നാമത്തെ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പ്രൈം അല്ല. പ്രൈം അല്ല എന്ന് കണ്ടുപിടിച്ചപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുമ്പം ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് കൺട്രോൾ വരും, ലൂപ്പ് അവിടെ കൊണ്ട് തീരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ 16ാമത്തെ ലൈനിൽ ചെക്ക് ചെയ്തു, ഇഫ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ട്രൂ ആണോ. ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ നമ്പർ പ്രൈം അല്ല, ഫ്ലാഗ് ട്രൂ അല്ലെങ്കിൽ നമ്പർ പ്രൈം ആണ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റർ നമ്പർ 2 കൊടുത്തു, 2 ഈസ് പ്രൈം, കറക്റ്റായിട്ട് വരുന്നുണ്ട്. എൻ്റർ നമ്പർ 5 പ്രൈമാണ്. എൻ്റർ നമ്പർ 7 പ്രൈമാണ്. ഇനി പ്രൈം അല്ലാത്തൊരു നമ്പർ കൊടുക്കാം, 4 ഈസ് നോട്ട് പ്രൈം. 10 ഈസ് നോട്ട് പ്രൈം. എന്താ, 10ന് 1 ഫാക്ടറാണ്, 2 ഫാക്ടറാണ്, 5 ഫാക്ടറാണ് അല്ലേ, പിന്നെ 10 ഫാക്ടറാണ്, 4 ഫാക്ടറുണ്ട്. അപ്പോൾ 10 പ്രൈം അല്ല. ഇനി 100 കൊടുത്തു, 100 പ്രൈം അല്ല. ഇനി ഏതാ, 11 കൊടുത്തു നോക്കാം, 11 പ്രൈമാണെന്ന് തോന്നുന്നു. അതെ, 11 പ്രൈമാണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പൈത്തൺ വെച്ചുകൊണ്ട് കൊടുത്ത സംഖ്യ പ്രൈമാണോ അല്ലയോ എന്നുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.